സമരമുഖത്തേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി സെപ്റ്റംബർ 5-ന് ഡൽഹിയിൽ വീണ്ടും മാർച്ച് നടത്തും. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധം. ഇന്ത്യ ഗേറ്റിന് നിന്ന് ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്ക് സമാധാനപരമായി പ്രതിഷേധ മാർച്ച് നടത്താൻ ഇന്ന് ചേർന്ന CJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായി. അഖില CP നാഷണൽ ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അഖില, ഒരു കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയിലേക്ക് CJP കടക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, പ്രധാനമായും നമ്മൾ കണ്ടതാണ് രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചൊരു സമരമായിരുന്നു ജന്തർ മന്ദറിൽ കഴിഞ്ഞ മാസം നടന്നത്. അതിന്റെ വിജയം പൂർണ്ണമായും CJPക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമരം വീണ്ടും തുടങ്ങണമെന്നാണ് ഇന്നിപ്പോൾ CJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജൂലൈ 25-ന് സമരം അവസാനിക്കുമ്പോൾ, ജന്തർ മന്ദറിൽ സമരം അവസാനിപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതായത് അന്ന് വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെയുള്ള FIR-കൾ പൂർണ്ണമായും ഒഴിവാക്കുക, മാത്രമല്ല ഈ കുടുംബങ്ങൾക്ക് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. നഷ്ടപരിഹാരം നൽകണമെന്ന ഉറപ്പോടെയാണ് അന്ന് ആ സമരം അവസാനിപ്പിച്ചത്. പക്ഷെ അതൊന്നും പാലിക്കപ്പെട്ടില്ല. നഷ്ടപരിഹാരമോ ഈ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള FIR ഒഴിവാക്കാനൊന്നും ഇതുവരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. തങ്ങളുടെ ക്ഷമയെ ഒരു ബലഹീനതയായി കാണരുത് എന്നുള്ളതാണ് CJP ഇന്ന് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെപ്റ്റംബർ 5-ന് ഏതാനും 10 ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു പ്രതിഷേധം നടത്താൻ CJP തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൽ നിന്ന് ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്കായിരിക്കും ഈ സമരം ഈ പ്രതിഷേധം ഉണ്ടാവുക. വളരെ സമാധാനപരമായ രീതിയിലും ജനാധിപത്യപരമായ രീതിയിലുമായിരിക്കും പ്രതിഷേധം നടക്കുക. ഈ മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ, ഈ FIR ഇട്ട വിദ്യാർത്ഥികളെല്ലാം, ജന്തർ മന്ദറിൽ പങ്കെടുത്തവരെല്ലാം ഈ പ്രതിഷേധത്തിലും പങ്കെടുക്കണം എന്നുള്ളൊരു ആഹ്വാനം കൂടെ CJP നടത്തുന്നുണ്ട്. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ് CJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം ഈ CJPയുടെ സമരം കാരണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിൽ വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, വലിയ തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു സമരമായിരുന്നു CJPയുടേത്. അവരാണ് വീണ്ടും ആഹ്വാനം നടത്തിയിരിക്കുന്നത്. ഇനി ഇതിനോട് കേന്ദ്ര സർക്കാരിന്റെ സമീപനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആനന്ദ് കാത്തിരുന്ന് കാണേണ്ടത്. തിരക്കില ഏതായാലും കോക്രോച്ച് ജനതാ പാർട്ടി എന്ന കൂട്ടായ്മ പുതിയ രാഷ്ട്രീയ ചുവടുകൾ വയ്ക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് കേട്ടത്.